നോക്കൂ മാം, ഇതിനകത്ത് നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് ചെയ്യണമെങ്കിൽ നമ്മൾ കമ്പാരിസൺ ചെയ്യണം. ഇപ്പം 2007-08 ശ്രീ മാത്യുവും പറഞ്ഞിരുന്നു, അതായത് അന്ന് ഒരു ക്രൈസിസ് വന്നു, അന്ന് എന്താണ് ചെയ്തതെന്നുള്ളത്. അന്ന് നമ്മൾ ചെയ്ത അതേ സിസ്റ്റമാണോ നമ്മൾ ഇപ്പം ചെയ്യേണ്ടത് എന്നും കൂടെ നമ്മൾ അന്ന് എന്താണ് ചെയ്തത്? ഓയിൽ ബോണ്ട് ഇഷ്യൂ ചെയ്തു. എത്രയാണ്? 1.44 ലക്ഷം കോടി രൂപയ്ക്കുള്ള ഓയിൽ ബോണ്ട്. അന്ന് എന്തുകൊണ്ട് അവർ ചെയ്തില്ല? ഗവൺമെന്റ് ഈ കസ്റ്റമേഴ്സിന് കൊടുത്തില്ല. കാരണം ഇത് അതിനുള്ള പൊളിറ്റിക്കൽ ബില്ലില്ലായിരുന്നു. കാരണം തിരിച്ചടി കിട്ടും നന്നായിട്ട് അറിയായിരുന്നു. ശരി, അങ്ങനെ എന്തുകൊണ്ട് ഓയിൽ മാനുഫാക്ചറിംഗ് കമ്പനീസ് OMC കൊടുത്തില്ല? അവിടെ ഈ ബഡ്ജറ്റിൽ പ്രശ്നം വരും, അവർക്ക് അത്രയും ഡെഫിസിറ്റ് കാണിക്കാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ഓയിൽ ബോണ്ട്സ് കൊടുത്തു. ഈ ഓയിൽ ബോണ്ടിന്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടാണ് പൈസ കൊടുക്കുന്നത്. അപ്പം UPA സർക്കാരിന്റെ സമയത്ത് 1.44 ലക്ഷം കോടി രൂപയുടെ ബോണ്ട് എടുത്തത് NDA സർക്കാർ കൊടുത്തു കഴിഞ്ഞത് 3.23 ലക്ഷം കോടി ഇൻട്രസ്റ്റ് സഹിതം ആണ് കൊടുത്തു തീർത്തത്. അപ്പം നമ്മൾ ഈ പറയുമ്പം ഈ കമ്പനീസിന് പൈസ കൊടുക്കുമെന്ന് വെച്ചാൽ അവരും ഈ എന്താ പറഞ്ഞത് ഇത് എന്താ പറഞ്ഞ ഒരു ഫ്രീ ആയിട്ട് ചെയ്യുന്ന കാര്യമല്ലല്ലോ, അവർ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ അന്നത്തെ തെറ്റ്, അന്ന് ആ ഓയിൽ ബോണ്ട് കൊടുത്തത് തെറ്റാണെന്ന് സമ്മതിക്കാൻ പറ്റുമെങ്കിൽ ശരിയാണ്. അപ്പൊ അത് ആ രീതിയിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരത്തില്ല. അപ്പൊ ഈ സമയത്ത് ഓയിൽ പ്രൈസ് റൈസ് കുറയുന്ന സമയത്ത് ഈ പൈസ തിരിച്ച് ഓയിൽ കമ്പനീസിൽ കൊടുത്തോണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കണ്ടിട്ട് വേണം നമ്മളൊരു അനാലിസിസ് ചെയ്യാൻ. പിന്നെ മാം പറഞ്ഞ ഒരു കാര്യം എനിക്ക് അത് വളരെ കറക്റ്റ് ആയിട്ട് തോന്നി, അതിന് ഞാൻ അഭിനന്ദിക്കുക. അതായത് എന്തുകൊണ്ട് നമ്മളിപ്പോ ഇത്രയും അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ പറഞ്ഞാലും സാധാരണക്കാരുടെ ആ ഒരു കാര്യത്തിലാണ് ഡയറക്ട്ലി വന്ന് എഫക്ട് ചെയ്യുന്നത്. ഞാൻ തുടങ്ങിയത് അവിടെ നിന്ന് തന്നെയായിരുന്നു. അതിനകത്ത് ശ്രീ മാത്യു പറഞ്ഞത് ഇതൊരു പോളിസിന്റെ ഇഷ്യൂ ആണെന്ന്. സർ, ഇത് പോളിസിയുടെ ഇഷ്യൂ അല്ല, ഇത് കൺസേണിംഗ് ദ പീപ്പിൾ തന്നെയാണ്. ഇപ്പൊ ഞാൻ അതിന്റെ ഉദാഹരണം ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം നമ്മുടെ തൊട്ട് അയൽവാസി കിടക്കുന്ന തമിഴ്നാട്, അവിടെ 105 രൂപയ്ക്കാണ് പെട്രോൾ കിട്ടുന്നത്. കർണാടക അങ്ങയുടെ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്ത് 106 അതേ സമയത്ത് കേരളത്തിൽ 115-116 രൂപയ്ക്കാണ്. എന്തുകൊണ്ടാണ്? 116 രൂപയ്ക്ക് 30.08% സെയിൽസ് ടാക്സ് കൊടുക്കുന്നുണ്ട്. 1 രൂപ അഡീഷണൽ ടാക്സ്, 2 രൂപ സോഷ്യൽ സെക്യൂരിറ്റി സെസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വാങ്ങിക്കുന്നുണ്ട്. അതുകൂടാതെ 1% സെസ്സും. അപ്പൊ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോളിന്റെയും ഡീസലിന്റെയും പേരിൽ ടാക്സ് വാങ്ങിക്കുന്ന 2ാമത്തെ സംസ്ഥാനം കേരളമാണ്, തെലങ്കാന കഴിഞ്ഞ. എന്റെ അഭ്യർത്ഥന, അതായത് നമ്മൾ ഇത്രയും ഇപ്പം നേരത്തെ ഗവൺമെന്റ് 10 രൂപ കുറച്ചായിരുന്നല്ലോ ഡീസലിലും പെട്രോളും. LDF ഗവൺമെന്റ് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു, ഒന്നും ചെയ്തില്ല. ഇപ്പൊ വന്ന ശ്രീ VD സതീശന്റെ ഗവൺമെന്റ് അവർ അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് ഈ 10 രൂപയെങ്കിലും കുറയ്ക്കുകയാണെങ്കിൽ അത്രയും അവർക്ക് ഇത് വരത്തില്ല. നിങ്ങൾ തമിഴ്നാടും കർണാടകയുടെ സ്റ്റാൻഡേർഡിൽ കൊണ്ടുവരൂ, അത്രയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ. അത് സാധാരണക്കാരെ ഒരു എഫക്ട് ചെയ്യുന്ന കണക്ക് കൂടി നോക്കി. BJP ഭരിക്കുന്ന മധ്യപ്രദേശിൽ 114 രൂപ 65 പൈസയാണ് ലിറ്ററിന് വില. രാജസ്ഥാനിൽ 113 രൂപ 35 പൈസയാണ്. മഹാരാഷ്ട്രയിൽ 111 രൂപ 21 പൈസയാണ്. ഇങ്ങനെ ബീഹാറിൽ 113 രൂപ 54 പൈസയാണ്. എന്റെ ഇരിക്കുന്ന കണക്കനുസരിച്ച് മധ്യപ്രദേശിൽ 109 രൂപയാണ്, ബീഹാറിൽ ഉള്ളത് 108 രൂപയാണ്, മഹാരാഷ്ട്രയിൽ 106 രൂപയാണ്. അതിന്റെ വാറ്റ് കണക്ക് അനുസരിച്ച് വേണമെങ്കിൽ മാഡത്തിന് ഞാൻ തരാം, അത് അയച്ചു തരാം. എന്റെ ഇരിക്കുന്ന കണക്കനുസരിച്ച് ഞാൻ പറയുകയാണ്. ഏറ്റവും കൂടുതൽ തെലങ്കാന 115.62, അത് കഴിഞ്ഞ കേരളം 115.49, അത് കഴിഞ്ഞിട്ട് താഴോട്ട് ഇങ്ങനെ വരും ഓരോന്ന്. അപ്പൊ അതിനകത്ത് സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ തമിഴ്നാടും കർണാടക അതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാം മാം വരുന്നത്. ഇത് എങ്ങനെയാണ് ഒരു കാസ്കേഡിംഗ് എഫക്ട് എന്ന് പറയുന്നത്? അതായത് തമിഴ്നാടിൽ പച്ചക്കറിയുമായിട്ട് വരുന്ന ഒരു ലോറി അവിടെ നിന്ന് പെട്രോൾ ഒരു മിനിറ്റ് ഉണ്ട്. ഇപ്പൊ UP എടുക്കൂ, UP എത്രയാണ്? 97.55 അല്ലേ? ഇത്രയും വലിയൊരു സംസ്ഥാനമല്ലേ UP? അവിടെ തമിഴ്നാട്ടിനെക്കാട്ടും കുറവല്ലേ? ഇത്രയും നമ്മൾ എപ്പോഴും UP ഒക്കെ പുച്ഛമാണല്ലോ. UP അപ്പൊ ഗുജറാത്തിൽ എത്രയാണ്? 97.95 അല്ലേ? അവിടെയും ഭരിക്കുന്നില്ലേ? ഇത്രയും വലിയ സംസ്ഥാനമല്ലേ? അപ്പൊ അതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കമ്പയർ ചെയ്യണം. UPയും അവിടെ 97 രൂപ താഴെ നിർത്താൻ കഴിഞ്ഞിട്ടില്ല കേണൽ ഡിന്നി. തീർച്ചയായിട്ടും കേരളം കുറയ്ക്കേണ്ടതുണ്ട്, അതിലൊരു സംശയവുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും സ്ഥിതി അല്ല. അതാ പറഞ്ഞത് BJP ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും 100-ൽ താഴെയാണ്. BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനവും കേരളത്തിൽ താഴെയാണ്. ഞാൻ പറയുന്ന വെച്ചാൽ കേരളം തമിഴ്നാടും കർണാടകയുടെ സ്റ്റാൻഡേർഡിൽ കൊണ്ടുവരും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇപ്പം BJPയുടെ കാര്യമാണ് പ്രശ്നമെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ സ്റ്റാൻഡേർഡിൽ കൊണ്ടുവരാമല്ലോ. ഇപ്പൊ തമിഴ്നാട് നിന്ന് പച്ചക്കറിയായിട്ട് വരുന്ന ഒരു ലോറി അവിടെ നിന്ന് പെട്രോൾ അടിച്ചവർ വരും.
പക്ഷെ അവർ തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് അടിക്കും. ആ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൈസയും കൂടെ അവർ എക്സ്ട്രാ എടുക്കും. നമ്മുടെ ആ പൈസ നമ്മളെ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മളെ സാധാരണക്കാർ തന്നെയാണ് ആ പേയ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ റേറ്റും അവിടുത്തെ റേറ്റും ഏകദേശം ഒരേപോലെ ആണെങ്കിൽ ഇതുപോലത്തെ പല റേറ്റുകൾ നമുക്ക് പച്ചക്കറിയുടെയും മറ്റു കാര്യങ്ങളിലേക്ക് വില കുറയ്ക്കാൻ പറ്റും. ആ രീതിയിലുള്ള നടപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ എടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇതൊരു ചാലഞ്ച് ആയിട്ടൊന്നുമല്ല, ഇതൊരു നമ്മള് ഏറ്റവും സാധാരണക്കാരാണ്. വി ഡി സതീശൻ തീർച്ചയായും എടുക്കണം. പക്ഷേ നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുമ്പോൾ കുറയ്ക്കാൻ തയ്യാറാവാത്തത് എന്നുള്ളതിന് കൂടി മറുപടി പറയൂ. കേണൽ ഡിന്നി ഇവിടെ ചൂണ്ടിക്കാണിച്ചു, $20 വരെ എത്തിയ കാലമുണ്ട്, ആ സമയത്ത് പോലും കുറച്ചില്ല. എന്തുകൊണ്ട് മാം? അതിന്റെ ഞാൻ ഇപ്പൊ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യയുടെ റീറ്റെയിൽ പ്രൈസസ് അത് നിശ്ചയിക്കുന്നത് 15 ദിവസത്തിന്റെ ആവറേജ് കണക്കനുസരിച്ചാണ്. അല്ലാതെ ഇന്ന് അവിടുത്തെ ഇന്റർനാഷണൽ ബാരൽ കുറഞ്ഞാൽ ഇന്ന് അങ്ങനെ കുറയത്തില്ല. 15 ദിവസത്തിന്റെ ആവറേജ് എടുത്തിട്ടാണ് അതിന്റെ വില നിശ്ചയിക്കുന്നത്. അപ്പൊ 15 ദിവസം മുൻപ് എന്തായിരുന്നോ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാത്തിന്റെ ആവറേജ് എടുത്തിട്ട് അതാണ് അതിന്റെ ഉത്തരം. ഇന്നത്തെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ കഴിഞ്ഞ 10 വർഷത്തെ കാര്യമാണ്, 12 വർഷത്തെ കാര്യമാണ് കേണൽ ഡിന്നി ചോദിക്കുന്നത്. ഈ സമയത്ത് എവിടെയും 15 ദിവസത്തെ ആവറേജ് എടുത്തപ്പോ ഇങ്ങനെ കുറയ്ക്കാൻ പറ്റുന്ന വില നിലവാരം രാജ്യാന്തര വിപണിയിൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നാണോ പറയുന്നത്? അതും മനസ്സിലാക്കണം മാം. അതിനൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം. ഒരു ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് റൈസും അല്ലെങ്കിൽ താഴ്ന്നനുസരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ല ചെയ്യുന്നത്. കാരണം ഈ ക്രൂഡ് ഓയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രോസസ് ചെയ്യണം. ആ പ്രോസസ് ക്രൂഡ് ഓയിലിന് അത് പ്രോസസ് ചെയ്ത് അത് ഈ 15 ദിവസത്തെ ഗ്യാപ്പിൽ ഈ 12 വർഷത്തിൽ എവിടെയും രാജ്യാന്തര വിപണിയിൽ വില കുറഞ്ഞതായി നിങ്ങൾക്ക് മനസ്സിലായിട്ടേ ഇല്ല, അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ ഒത്തു വന്നില്ല എന്നാണോ? അല്ല മാം, ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കാരണം നേരത്തെ ഇവർ തന്ന ഓയിൽ ബോണ്ട് പോലത്തെ ഒരു വ്യവസ്ഥകൾ നേരത്തെ ചെയ്ത ഗവൺമെന്റിന്റെ അത് ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിയായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ ഓയിൽ പ്രൈസ് താഴെ വരുമ്പം ആ പ്രൈസ് നമ്മൾ നേരത്തെ ഉണ്ടായ കടം, ഈ ഓയിൽ മാനുഫാക്ചറിംഗ് കമ്പനീസ് ഉള്ള കടം തീർക്കുകയായിരുന്നു. 3.23 ലക്ഷം കോടി രൂപയാണ് കൊടുത്ത് തീർത്തത്. അതൊന്ന്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുക, LPG സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഏകദേശം 44,000 കോടി രൂപയുടെ കമ്പനീസിന് ബാധ്യത ഉണ്ട്. ആദ്യം കൊടുക്കണം. അപ്പൊ ഈ LPG സബ്സിഡി കൊടുക്കുന്ന ആർക്ക് വേണ്ടിയാ? പാവപ്പെട്ടവർ ആളുകൾക്ക് വേണ്ടിയാണ്. അതിന്റെ ലോജിക് എനിക്ക് മനസ്സിലാക്കുന്നത്, നമ്മൾ ഓരോ ലിറ്ററിലും 14-20 രൂപയുടെ ലോസസ് OMC കമ്പനീസിന് വന്നുകൊണ്ടിരിക്കും. ഈ യുദ്ധം തുടങ്ങിയ സമയം തൊട്ട് അവർക്ക് ഒരു ലിറ്ററിന് 14-20 രൂപയുടെ വെച്ചിട്ടുള്ള ലോസ് വന്നുകൊണ്ടിരിക്കുക. അത് അറിയണമെങ്കിൽ വലിയ നമുക്ക് സയൻസ് ഒന്നും അല്ലെങ്കിൽ എക്കണോമിക്സ് അറിയേണ്ട കാര്യമില്ല. കാരണം 60 അല്ലെങ്കിൽ 70 $100 പെർ ബാരൽ കിടന്ന സമയത്ത് നിന്ന് 110-100 രൂപയ്ക്ക് മുകളിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ലോസ് വരും. അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അത് എത്രമാത്രം സത്യമാണോ അല്ലെങ്കിൽ അതിന്റെ ഒരു വെറാസിറ്റിയിൽ ഞാൻ പോകുന്നില്ല. മാം, 2-3 പോയിന്റ്. ഒന്ന്, മേരി മാം പറഞ്ഞത് തെറ്റാണ്. അടൽ ബിഹാരി വാജ്പേയി അല്ല ഓയിൽ ബോണ്ട് കൊണ്ടുവന്നത്. 2005-ഉം 2010 ഇടയ്ക്ക് നടന്ന UPA ഗവൺമെന്റിന്റെ ടൈമാണ് ഈ ഓയിൽ ബോണ്ട് കൊണ്ടുവന്നത്. അടൽ ബിഹാരി വാജ്പേയി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഫാക്സ് വെച്ച് ഞാൻ മാം അങ്ങനെ പറഞ്ഞിരുന്നു മാം. എനിക്കൊന്ന് പക്ഷെ 2005 തൊട്ട് 2010 ഇടയ്ക്കാണ് ഈ ഓയിൽ ബോണ്ട് 2005 തൊട്ട് 2010 ഇടയ്ക്കാണ് ഓയിൽ ബോണ്ട് കൊണ്ടുവന്നത്. അപ്പൊ ഈ ഓയിൽ ബോണ്ട് കൊണ്ടുവന്നത് ഒരു സർക്കാർ എങ്ങനെയാണ് ഓയിൽ പ്രൈസിനെ നേരിടുന്നത് അതൊരു എക്സാമ്പിൾ ആയിരുന്നു. അതാണ് ഞാൻ കാണിച്ചത്. എനിക്കും അറിയാം നമ്മൾ അത് എന്താ പറഞ്ഞ എല്ലാം ആ ഓയിൽ ബോണ്ട് കൊണ്ട് ആണ് എന്ന് നമ്മൾ പറഞ്ഞില്ല. പക്ഷെ അതൊരു കാരണമാണ്. അപ്പം അത് മിസ്റ്റർ മാത്യു അത് എഗ്രി ചെയ്യുന്നെങ്കിൽ അത് അങ്ങയുടെ ഇന്റലക്ച്വൽ ഡിസോണസ്റ്റി എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് അത് നിഷേധിക്കാൻ പറ്റുമോ? കാരണം ഓയിൽ ബോണ്ട് വെച്ചിട്ട് നിങ്ങൾ അടുത്ത ഗവൺമെന്റ് നെക്സ്റ്റ് ഫ്യൂച്ചറിലേക്കുള്ള ബാധ്യതയായിട്ട് മാറ്റുകയാണ്. അത് ക്ലിയർ ചെയ്യേണ്ടുള്ള ഗവൺമെന്റ് ഫ്യൂച്ചർ ഗവൺമെന്റ്സിലേക്ക് വെച്ചാൽ ഈ പ്രാവശ്യം ഗവൺമെന്റ് അങ്ങനെയാണോ, ഇപ്പോഴത്തെ ഗവൺമെന്റ് അങ്ങനെയാണോ ചെയ്തത്? ആ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചാണ് ഞാൻ പറഞ്ഞത്. അതൊരു ബാധ്യതയായിരുന്നു. അത് ശരിയാണ്. ആ ഒരു ഒറ്റ അടിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അത് ഓരോ ടൈം അനുസരിച്ച് മെച്ചൂർ ആവുന്ന അനുസരിച്ച് കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, അതും മെരിമാൻ പറഞ്ഞു, അതായത് ഈ പൈസ വെച്ചിട്ട് നമ്മൾ ബീഹാറിലെ സ്ത്രീകൾക്കെല്ലാം 10,000 രൂപ വെച്ച് കൊടുക്കുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? അതിനും പൈസ വരുന്നില്ലേ? കർണാടകയിൽ ഫ്രീ റൈഡ് കൊടുക്കുന്നുണ്ട്, ഇവിടെ ഫ്രീ റൈഡ് കൊടുക്കുന്നു. ഇതെല്ലാം കൊടുക്കുന്നത് എവിടുന്നാണ്? ഈ പൈസ വെച്ചിട്ട് തന്നെയാണ്. അപ്പം എന്താ പറഞ്ഞ ജനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത് ഒരു സർക്കാരോ അല്ലെങ്കിൽ ഒരു പാർട്ടി മാത്രമല്ല, എല്ലാവരും ചെയ്യുന്നു. അതിനൊക്കെ ഉള്ള പൈസയും ഇത് തന്നെയാണ്.